അടുത്ത വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വിയറ്റ്നാമിലെ ഫുക്കോക്ക് എന്ന് പറയുന്ന ഐലൻഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ? വിസ വേണ്ട, ട്രാവൽ ഈസ് വെരി ഈസി. അവിടെ ചെന്ന് കഴിഞ്ഞാലാവട്ടെ ഒരു വെന്നിസ് ഫീലാണ്. നമ്മൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തോരം എക്സ്പെൻസീവ് വരാറുണ്ട്. ട്രാവൽ ഈസ് എക്സ്പെൻസീവ്, ഷോപ്പിംഗ് ഈസ് എക്സ്പെൻസീവ്, സ്റ്റേ ഈസ് എക്സ്പെൻസീവ് അല്ലേ? എന്നാൽ ഈ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പോക്കറ്റ് കീറാതെ അടിപൊളിയായിരിക്കും. എറണാകുളം രവിപുരത്തുള്ള കോറസ് ട്രാവൽസ് വഴിയാണ് ഞങ്ങൾ പ്ലാനിങ് എല്ലാം തന്നെ ചെയ്തത്. ഐറ്റ്നറി ഫുൾ അവർ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടോ. അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റൂം റിസർവേഷൻസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ളത്, പിന്നെ പ്രൈവറ്റ് ടൂർ ഗൈഡ് ആൻഡ് പ്രൈവറ്റ് ടാക്സി എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രാൻഡ് വേൾഡിൽ ചെല്ലാനും അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരുന്നു. ഈ ഗ്രാൻഡ് വേൾഡ് എന്ന് പറയുന്നത് ഒരു വെനിസ് സ്റ്റൈലിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻ്ററായിട്ട് കാണാം കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് അവിടെ ഉള്ളത്. പിന്നെ വാട്ടർ വേസ്, അവിടെയുള്ള കനാലിനോടുള്ള ജേർണി, അതിനുവേണ്ടി കുറച്ച് നേരം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. എന്നാൽ പോലും അത് നല്ല വർത്ത് വാച്ചിങ് ആണ്. രാത്രിയാകുമ്പോൾ അത് വേറൊരു ഫീലാണ്. കാരണം രാത്രിയാകുമ്പോൾ ഇവിടെ മൊത്തം ലൈറ്റ് എഫക്ട്സും പിന്നെ ലേസർ ഷോയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് രാത്രി കാണാൻ അതിലും ഭംഗിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ബാംബൂവിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ഇതിൽ 40,000 ബാംബൂസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണേ. എനിക്കതിൽ തോന്നുന്നു അതിലും കൂടുതൽ ഉണ്ടാവുമായിരിക്കും. കാരണം അത്ര നല്ല ഭംഗിയിൽ നല്ല ചെറിയ ചെറിയ വർക്കൊക്കെ ആയിട്ട് ഈ ആർക്കിടെക്ചർ വർക്ക് ചെയ്തു വച്ചേക്കുന്നത്. തൊട്ടടുത്ത് ടെഡി ബെയറിൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ക്രീപ്പി ആയിട്ടുള്ള ടെഡി ബെയർസ് അല്ലാതെ നല്ല നല്ല ബേക്ക് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ടെഡീസൊക്കെ ഉണ്ട്. പിന്നെ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഷേക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ സെയിൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡോഗ്സൊക്കെ ഉണ്ടാവും കേട്ടോ റോഡിൽ. നമ്മൾ അതിനെയൊക്കെ പോയി ഒന്ന് കളിപ്പിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഓണറായിട്ടുള്ള ആൾക്കാർ സെയിലിന് വേണ്ടി വരുന്നത്, ഓരോ സാധനങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് വരുന്നത്. അതൊക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ എൻജോയ് ചെയ്യുക, റോഡിലൂടെ ചുമ്മാ നടക്കുക. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും അതിലേ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു സൂപ്പർ ഫീലാണ് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അങ്ങനെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ബൈ.